ഹലോ കൂട്ടുകാരെ, ഞാൻ നൈനുവാണ്. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോയാലോ? മഴയാട്ടോ, പുഴയൊക്കെ നമുക്ക് കര കഴിഞ്ഞ് ഒഴുകണം. നമ്മുടെ കൂടെ കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ. പപ്പേ, പ്രിയാമ്മ, കല്യാണി ചേച്ചി, ഞാനും നിഹാലും അമ്മയും അപ്പൂച്ചയും കൂടി ആട്ടോ പോണേ. കാറിരുന്ന് എൻ്റെ കുസൃതികളാട്ടോ കാണണേ. നല്ലൊരു ഗ്രാമപ്രദേശത്തൂടെ ആട്ടോ നമ്മൾ പോണേ. സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നേ. പോണ സ്ഥലം ഞാൻ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ ചെല്ലുമ്പോ ഒരു ക്ലൂ തരാം. കണ്ടുപിടിക്കാൻ പറ്റുന്നവരെ കണ്ടുപിടിച്ചിട്ട് ഈ സൈഡിൽ ചെയ്യണം. അതിലാണ് ക്ലൂ. ഉച്ചയായി, ഞങ്ങൾക്ക് വിശന്നോട്ട് ഫുഡ് കഴിച്ചോണ്ട് കയറാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാനുള്ള കടയിലേക്ക് പോവാട്ടോ. ഞാനും കല്യാണി ചേച്ചിയും കട കാണിച്ചു തരാട്ടോ. വാ, അറിയാവുന്നവർക്കൊക്കെ ഏകദേശം പിടിയിട്ട് കാണും സ്ഥലം ഏതാന്നൊക്കെ. ഇവിടുത്തെ ഒരു കുഴിമന്തി കടയിലേക്കാട്ടോ ഞങ്ങൾ പോണത്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ആട്ടോ കുഴിമന്തി. ഇതാട്ടോ നമ്മുടെ കടയിലേക്ക് ചെന്നപ്പോൾ നല്ല തിരക്കാറ്. വണ്ടിയിടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വണ്ടി വേറെ സ്ഥലത്തിട്ടിട്ട് ഞങ്ങൾ നടന്നാട്ടോ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. കുറച്ചേരം നിന്ന് കഴിഞ്ഞിട്ടാട്ടോ സീറ്റ് കിട്ടിയേ. നമുക്ക് കടയുടെ ഉൾവശമൊക്കെ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് കടയുടെ അകമൊക്കെ കാണാൻ. മേളിന് സീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇരുന്നിരുന്ന് മടുത്തിട്ട് പപ്പ എല്ലാവർക്കും വെള്ളമൊക്കെ ഒഴിച്ചു വെക്കും. നമ്മുടെ നിഹാലായിട്ട് നോക്കിയിരിക്കണേ. പുള്ളി വിഷമം പറഞ്ഞാൽ പിന്നെ ക്ഷമിക്കൂല. അപ്പത്തേക്ക് നമ്മുടെ ഫുഡ് അതിന്റെ സന്തോഷം നോക്കിക്കൈ. കുഴിമന്തി, പെരി പെരി അൽഫാം, നോർമൽ അൽഫാം ആട്ടോ ഞങ്ങൾ ഇത്രയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അടിപൊളിയായിരുന്നു. പപ്പയ്ക്ക് കുഴിമന്തി ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ കുഴിമന്തി വേണമെന്ന് വാശിടിച്ചോണ്ടാണ് ഞങ്ങളെയൊക്കെ കുഴിമന്തി കട കൊണ്ടുപോകും. പപ്പ അതുകൊണ്ട് ബിരിയാണി റൈസ് ആട്ടോ കഴിച്ചത്. അപ്പൊ അമ്മയ്ക്ക് ഒരു ഹണി ഗേസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ കൊതി. ഞങ്ങൾ അതും കൂടെ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. ഹണി എനിക്കത് ഏറ്റവും കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് അതാണ്. പുറമുള്ള ഗ്രേവി കഴിക്കാൻ നല്ല ടേസ്റ്റ്. വേറെ കടകളിൽ നിന്നും കഴിച്ചത് ഇതാട്ടോ നല്ലത്. പ്രിയാമ്മക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ആ കടയിലെ ചേച്ചീനോട് സൂപ്പറാന്ന് പ്രത്യേകം പറഞ്ഞു. ഞാനും അവിടെ ഇരുന്ന് സൂപ്പറാന്നാട്ടോ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. ജ്യൂസും കൂടി ഓർഡർ ചെയ്തു. മാംഗോയും ഓറഞ്ചും ഗ്രേപ്സ്. അത് നല്ലതായിരുന്നു കേട്ടോ. മൊത്തത്തിൽ കടയും ആംബിയൻസും സർവീസും അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഡിലൈറ്റ് കുഴിമന്തി എന്നാട്ടോ കടേന്റെ പേര്. ഹിൽപാൻസിന്റെ തൊട്ടടുത്താണ് ഈ കട. ഹിൽപാൻസിലേക്ക് കയറുവാട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര ഹിൽപാൻസിലേക്കാണ്. മഴയായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കാം. നമ്മൾ പോയതൊരു ഞായറാഴ്ചയായിട്ട്. തിങ്കളാഴ്ച ഹിൽപാൻസ് ഹോളിഡേ ആണ്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വണ്ടിയിൽ തന്നെ നമ്മൾ മേളിലേക്ക് പോയി. ഇതിന്റെ സൈഡിൽ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പാർക്കൊക്കെ ഉണ്ട്. മഴ ആയതുകൊണ്ട് ഞങ്ങൾ പാർക്കിൽ കയറിയില്ല. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് ചെറുതായിട്ട്. ഇത്ര അടുത്ത് വരെ ആട്ടോ വണ്ടി വരുള്ളൂ. പിന്നെ സ്റ്റെപ്പ് കയറി മേളിലേക്ക് എന്നാൽ മതിയേ. കണ്ണാട്ടോ ഹിൽപാൻസ് മ്യൂസിയം. പണ്ടത്തെ ഒരു കൊട്ടാരമാണ് ഇത്. ഇവിടെ നല്ല ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഗാർഡൻ ആട്ടോ. എൻ്റെ പ്രതിമ കൊണ്ട് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇതിൻ്റെ അകത്തേക്ക് ചെരുപ്പ് അലൂടല്ല. ചെരുപ്പ് അവിടെ ഒരു ക്ലോക്ക് റൂമിൽ കൊണ്ടുവയ്ക്കണം. പാലസിന്റെ പുറമേ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. രണ്ട് ബിൽഡിംഗ് തമ്മിലുള്ള കണക്ഷൻ കണ്ടോ? അമ്മയും അപ്പൂച്ച ചെരുപ്പ് വെക്കാൻ പോയപ്പോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ കാത്തിരിക്കുവാണ്. ഇനി വാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ ചില സ്ഥലങ്ങളിൽ വീഡിയോ അലൂടല്ല. ഇവിടെ നമ്മളെ ടിക്കറ്റ് കാണിക്കണം. എന്നിട്ട് ഈ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോണേ. ഫുൾ തടിയാട്ടോ. ഇതിലെ കൊത്തുപണികളൊക്കെ കണ്ടോ? എന്ത് ഭംഗിയാലേ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാരും മെയിനായിട്ട് റീലൊക്കെ എടുക്കാനാട്ടോ ഇവിടെ വന്ന്. ഇതിന്റെ അകത്ത് രാജസദസ് കാണിച്ചു. ഇതിന്റെ അകത്ത് ഇതിന്റെ ഒക്കെ വിവരങ്ങളാട്ടോ എഴുതി വെച്ചാണ്. വന്നൊക്കെ രാജസദസ് കാണാം. ഇതാട്ടോ രാജാവിന്റെ സിംഹാസനം. ഇവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. എല്ലാം ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ രാജാവിന്റെ കസാര വെള്ളിയും കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. നിങ്ങൾക്കിനി വേറെ സൂത്രം കാണിച്ചു തരാം. ഇത് പണ്ടത്തെ ലിഫ്റ്റ് ആട്ടോ. ഇത് 1914 UK കമ്പനി ഉണ്ടാക്കിയതാട്ടോ ഈ ലിഫ്റ്റ്. ഇത് മേളിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് അടച്ചു വെച്ചേക്കും. ഇവിടെ
ഒത്തിരി വഴികളും വാതിലുകളും ആട്ടോ. എല്ലായിടത്തും ഗൈഡ് ഇരിക്കാറുണ്ട് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി. ജനലുകളാട്ടോ മൊത്തം. ഇവിടുത്തെ ജനലുകളുടെ ഭംഗി നോക്കിക്കേ. ഇവിടെ നിന്ന് ഒത്തിരി പേര് ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിലെ അകത്തേക്ക് കയറി പോവാം. ഇത് അവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇത് അപ്പുറത്തുള്ള വേറെ കുഞ്ഞു ബിൽഡിംഗ് ആണ്. രാമദാസന്റെ വീടാണോന്നും അറിയില്ല. നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോവാം. പ്രിയാമ്മയുടെ ഫോട്ടോഷൂട്ടാട്ടി കാണുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്കാട്ടോ പോണേ. ഈ ഇരിക്കുന്ന ഓരോരോ പണ്ടത്തെ സാധനങ്ങളാട്ടോ. ഇതിൻ്റെ അകത്തിന് എല്ലാത്തിനെയും പറ്റി വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാട്ടോ. രാജാവിനെ കണ്ടോ? എല്ലാത്തിനെയും മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചേക്കുവാട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. എല്ലാം ഓരോരോ മെറ്റൽസ് ആട്ടോ. പണ്ട് കാലത്ത് തടി കൊണ്ട് ഉണ്ടാക്കിയ കറങ്ങണ കസാരയാട്ടോ ഇത്. സമ്മതിക്കണം. ഇതെന്താ മൃഗത്തിന്റെ തോല് വായിക്കുന്ന ഗ്രന്ഥമാട്ടോ ഇത്. ആനക്കൊമ്പൊക്കെ ഉള്ള ഇരിപ്പിടാട്ടോ ഇത്. പണ്ടത്തെ റിക്ഷകളുമാണ്. പല പല ടൈപ്പ് ഉണ്ടേ. ഇതിലൊന്നും തൊടാൻ പാടില്ല. എല്ലാവരും ഭംഗിയായി സൂക്ഷിച്ച് വെച്ചേക്കുക. അവിടെ നിന്ന് ഫോട്ടോ മാത്രം എടുക്കാനേ പറ്റുള്ളൂ. എല്ലാത്തിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പണ്ടത്തെ വാദ്യോപകരണങ്ങളായത്. ഇനി പല്ലക്കുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. വാ. അതും ഒത്തിരി ടൈപ്പ് ഉണ്ടേ. അങ്ങനെ എല്ലാം ഞാൻ സൂക്ഷിച്ചു നോക്കുക. ഇനി പുറത്തേക്ക് ഇറങ്ങാം. പ്രാവിൻ്റെ ഒക്കെ കൂട് കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ട് നോക്കിക്കേ. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇല്ലേ? ഇതാട്ടോ കൊട്ടാരത്തിൻ്റെ പുറം വശം. ഇനി നമുക്ക് ഒരു കുളം കാണാൻ പോവാം. ഈ അടന്നാലിയൊക്കെ ഓർക്കണില്ലേ? ചിത്രത്താഴ് സിനിമയിൽ എല്ലാവരും കണ്ടിട്ടില്ലേ? മഹാബലി വരുമോന്ന് എനിക്കൊരു ചെറിയ പേടി ഉണ്ടാകും. പുള്ളിക്കാരൻ നല്ല സ്പീഡിൽ ഓടുമായിരുന്നു. കുളത്തിലേക്ക് ഇച്ചിരി ദൂരം ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം പഴയ പണികളായതുകൊണ്ട് നല്ല രസമുണ്ടാകും. ഇവിടെ കുഞ്ഞു ക്ഷേത്രമുണ്ട്. കുളി കഴിഞ്ഞാൽ തമ്പുരാട്ടികൾക്ക് തൊഴാനാ. ഇതിന്റെ സൈഡിൽ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്. എന്താന്നറിയില്ല. നമ്മുടെ കുളം എത്തിട്ടോ. പക്ഷെ കുളത്തിലേക്ക് ഇറങ്ങാനൊന്നും പറ്റൂല. അവിടെ പൂട്ടിയിട്ടേക്കുക. നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് നോക്കാനേ പറ്റുള്ളൂ. കളറുള്ള വെള്ളം ആട്ടോ. ഈ കാണുന്ന ആട്ടോ കുളം. മഴ പെയ്യുന്ന വെള്ളം നിറഞ്ഞെടുക്കാറുണ്ട്. ഇവിടെ തന്നെ 2-3 കുളക്കടവുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു കടവാ. അതൊക്കെ പൂട്ടിയിട്ടേക്കുക. ഇവിടെയൊക്കെ വരുമ്പോൾ ചെറിയൊരു പേടി തോന്നും നമുക്ക്. അത് കാരണം നമ്മൾ പയ്യെ അവിടെ നിന്ന് സ്കൂട്ടായി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കൊട്ടാരത്തിൻ്റെ അകത്ത് ഒത്തിരി കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫോട്ടോയും വീഡിയോയും അലോഡ് ഇല്ലാത്തവരൊരു തവണയെങ്കിലും വന്ന് കാണേണ്ടതാട്ടോ. രാജാവിൻ്റെ കിരീടം ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇപ്പോഴും നല്ല ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ചെടിയുടെ ചുറ്റും നല്ല ബട്ടർഫ്ലൈ പറക്കുന്ന പൂമാറ്റാളാട്ടോ. ഞാൻ എല്ലാത്തിനും ഓടിയാണെന്ന് പിടിക്കാൻ നോക്കുന്നുണ്ട്. വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് പുറത്ത്. കണ്ടോ? ഇവിടെ ചെറിയ നാലുകെട്ട് പോലെ ഉണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളാട്ടോ കാണുന്നത്. ഇത് പണ്ടത്തെ ഒരു ഗ്രാമഫോൺ. ഒരാട്ടുകെട്ടില് നടുമുറ്റം കണ്ടോ? പണ്ടത്തെ ചെസ് കണ്ടോ നിങ്ങള്? ഇവിടെ മാഞ്ഞ വളർത്തുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോവാം. പലതരം കൊമ്പില്ലാത്തതും കമ്പുള്ളതും ഒക്കെ ഉണ്ട്. അമ്മ ഇതിന് പുല്ല് കൊടുക്കുന്നുണ്ടോ? ഞാൻ ഇതിന് ആദ്യം കൊടുത്തപ്പോൾ അത് തിന്നില്ല. അതിന് പുല്ല് കുറച്ചെടുത്തപ്പോൾ അത് കഴിക്കാനുണ്ടാകും. അതിന് പച്ചപ്പുല്ലുകളായിരുന്നു ഇഷ്ടം. പിന്നെ മാൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിന് പുല്ല് കുറച്ച് കൊടുത്ത് നേരം പോയത് അറിഞ്ഞില്ല. നിഹാല അവിടെ കുത്തിയിരുന്ന് പുല്ല് പറിക്കുക. അവന്മാരാണെങ്കിൽ തിന്നാൻ അടിപിടി കൂടുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് അവന്മാരെ തിരിച്ചു. ഞങ്ങളെല്ലാവരും പുല്ല് പറിച്ചു കൊടുത്തു. എൻ്റെ അടുത്ത് തന്നെ മരത്തിൽ ഊഞ്ഞാലുണ്ട്. നേരം പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാടിയിട്ട് വലിയ ഡിനോസറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ? ഞാനാട്ടോ ഡിനോസറിൻ്റെ കാലിലിരിക്കണേ. എന്നെ കാണാമോ? നടന്ന് മടുത്തു കേട്ടോ. ഇനി പോവാ. ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ളൊരു കാഴ്ചകളാട്ടോ. മഴയൊക്കെ മാറി വെയിലായിട്ടോ. അകത്തെ ആയതുകൊണ്ട് നമ്മൾ മഴേൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല. എൻ്റെ കുറച്ച് ഷോ ഓഫ് ആട്ടോ കാണുന്നത്. കുറച്ച് നേരം അവിടെ ഓടി നടന്ന് വീഡിയോ എടുത്തു. അപ്പം എല്ലാവർക്കും
ബൈ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക് യു. കാണാവേ. ബൈ.